ഇന്നലെ പാലക്കാട് കൗൺസിൽ യോഗത്തിനിടയിൽ നമ്മൾ കാണാൻ പാടില്ലാത്ത കുറേ കാഴ്ചകളൊക്കെ കണ്ടു. അംഗങ്ങൾ തമ്മിൽ കയ്യാങ്കളിയിലേക്ക് വരെ എത്തിയതൊക്കെ നമ്മൾ തത്സമയം കണ്ടതാണ്. നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരനാണ് ഇന്ന് ലീഡേഴ്സ് മോർണിംഗിൽ നമുക്കൊപ്പം ഉള്ളത്. ശ്രീമതി പ്രമീള ശശിധരൻ, സ്വാഗതം. ഗുഡ് മോർണിംഗ്. ഹലോ മലയാളത്തിലേക്ക്. ഗുഡ് മോർണിംഗ്. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഓക്കെ. ശ്രീമതി പ്രമീള ശശിധരൻ, ഒരു പൊതു സ്ഥാപനത്തിന് ഈ ഹെഡ്ഗേവാറിൻ്റെ RSS നേതാവ് ഹെഡ്ഗേവാറിൻ്റെ പേരിടാൻ BJP നീക്കം നടത്തുന്നു. അതിന് എതിരെ UDF-ഉം CPM-ഉം രംഗത്ത് വരുന്നു. രാഷ്ട്രീയമായി എതിർക്കുമെന്ന് രണ്ടുപേരും നിലപാടെടുക്കുന്നു. പക്ഷേ ആ പേര് ഇടും എന്ന നിലപാടിൽ BJP ഉറച്ചു നിൽക്കുന്നു. അങ്ങനെ ഉപരോധവും അതിനൊപ്പം ഈ മറ്റ് വിമർശനങ്ങളും ഒക്കെ കഴിഞ്ഞ് ഇന്നലെ കയ്യാങ്കളിയിലേക്ക് വരെ കാര്യങ്ങളൊക്കെ എത്തി. ജനാധിപത്യത്തിലൊന്നും ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു ഇന്നലെ നമ്മൾ പാലക്കാട് നഗരസഭയിൽ കണ്ടത്. എന്തിനാണ് BJPക്ക് ഈ പിടിവാശി? പാലക്കാട് എന്താണ് ഹെഡ്ഗേവാറിന് കാര്യം? നോക്കൂ, പാലക്കാട് കൗൺസിൽ യോഗത്തിൽ നമ്മൾ ഇന്നലെ വളരെ കൃത്യമായിട്ട് നമ്മൾ അവരോട് പറയുകയുണ്ടായി, ചർച്ച ചെയ്യാൻ തയ്യാറാണ്, നിങ്ങൾ സീറ്റിൽ പോയിരിക്കൂ എന്ന് പറഞ്ഞപ്പോൾ 3 തവണ ഞാൻ ഏറ്റു പറഞ്ഞപ്പോഴും ഇവരിയ്ക്കാതെ ഡയസിൻ്റെ മോളിൽ വന്ന് എണീറ്റ് നിൽക്കുകയും അവിടുത്തെ മൈക്കിനെ പിടിച്ച് വലിക്കുകയും അജണ്ട കീറിക്കളയുകയും ചെയ്യുന്ന പ്രതിപക്ഷ അംഗങ്ങളോട് എന്താ നമ്മൾ പറയേണ്ടത്? ഈ അക്രമാസക്തമായിട്ടുള്ളൊരു പ്രവർത്തനം തുടങ്ങി വെച്ചത് അവരല്ലേ? ഞാൻ ചർച്ച ചെയ്യാൻ തയ്യാറാണെന്ന് 3 തവണ വിളിച്ചു പറഞ്ഞു. അവർ ചർച്ചയ്ക്ക് പോലും തയ്യാറാവാതെ അവർ ഡയസിൻ്റെ മുകളിൽ വന്ന് അക്രമാസക്തമായിട്ടുള്ള സ്വഭാവം കാണിച്ചത് LDF-ൻ്റെയും UDF-ൻ്റെയും ആൾക്കാരാണ്. പാലക്കാട് നഗരസഭ ഭരിക്കുമ്പോൾ BJP ഭരിക്കുന്ന സമയത്ത് അത് ആര് തീരുമാനിക്കേണ്ടത്? ഓരോരുത്തരുടെ ഭരണകൂടങ്ങളും ഏത് പാർട്ടിയാണോ ഭരിക്കുന്നത് അവരാണ് പേര് നിശ്ചയിക്കേണ്ടത്. അതൊരിക്കലും മറ്റുള്ള പാർട്ടിയുടെ സമ്മതമൊന്നും നമുക്ക് ആവശ്യമില്ല. ഞങ്ങൾക്ക് ഭൂരിപക്ഷമുണ്ട്. BJPക്ക് ഭൂരിപക്ഷമുള്ള ഒരു കൗൺസിലാണ്. ആ കൗൺസിൽ യോഗത്തിൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഭരിക്കുന്നത് ആരാണോ അവരുടെ ഇഷ്ടമാണ് അത് ഇടുന്നത്. കാരണം ഏത് ആക്ടിലും പറഞ്ഞിട്ടില്ല, ഓരോ ആക്ടിലും പറഞ്ഞിട്ടില്ല ഇവിടെ ആരുടെ പേരിടണമെന്നോ പേരിടുന്നതിനെ ചൊല്ലിയിട്ടുള്ള പ്രശ്നങ്ങളോ ഒന്നും ഒരു മുനിസിപ്പൽ ആക്ടിൽ പറഞ്ഞിട്ടില്ല. അത് ഭരണകൂടത്തിൻ്റെ ഒരു അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് എന്നുള്ള നിലയിൽ നമ്മൾ ഹെഡ്ഗേവാറിൻ്റെ പേരിട്ടു. RSS നേതാവിൻ്റെ പേര്, അയാൾ സ്വതന്ത്ര സമര സേനാനിയാണ്, അദ്ദേഹത്തിൻ്റെ പേരിടുന്നതുകൊണ്ട് അവർക്ക് എന്താ വിഷമം? ഇവിടെ ഒരുപാട് ആൾക്കാരുടെ പേരിട്ടിട്ടില്ലേ ഓരോ സ്ഥലത്ത്? CPM ഭരിക്കുന്ന നഗരസഭകളിൽ മുഴുവൻ CPM-ന്റെ നേതാക്കന്മാരുടെ പേരുകളല്ലേ ഇട്ടിരിക്കുന്നത്? എവിടെയാണ് പറഞ്ഞിരിക്കുന്നത് ഒരു സ്വതന്ത്ര സമര സേനാനിയുടെ പ്രതിപക്ഷം ഉയർത്തുന്ന ഒരു ചോദ്യവും താങ്കൾ ഇപ്പോൾ പറഞ്ഞതുപോലെ ഈ BJPക്ക് ഭൂരിപക്ഷമുണ്ട്, മറ്റാരുടെയും സഹായം അല്ലെങ്കിൽ മറ്റാരുടെയും ഒരു പിന്തുണ ഇല്ലാതെ തന്നെ കാര്യങ്ങൾ തീരുമാനിക്കാനും കഴിയും, അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ ഹെഡ്ഗേവാറിന്റെ പേരിടുന്നതിനെ ചൊല്ലിയാണ് ഇവിടെ തർക്കം. ഇപ്പോൾ ഹെഡ്ഗേവാർ രാജ്യത്തിന് നൽകിയ സംഭാവന എന്ത് എന്നുള്ളതാണ് ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട ചോദ്യം. RSS എന്നൊരു സംഘടന രൂപീകരിച്ചു എന്നതല്ലാതെ അദ്ദേഹം ഈ രാജ്യത്തിന് നൽകിയ സംഭാവന എന്ത് എന്നുള്ളതാണ്. ഇപ്പോൾ 1929 ലാഹോർ സമ്മേളനത്തിൽ ത്രിവർണ്ണ പതാക ഉയർത്താൻ ആഹ്വാനം വന്നപ്പോൾ അത് ഉയർത്തരുത് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച ആളായിരുന്നു ഹെഡ്ഗേവാർ. അപ്പോൾ അങ്ങനെ ഒരാളുടെ പേര് ഇപ്പോൾ BJPയുടെ ഒരു സ്ഥാപനത്തിന്, BJP നിർമ്മിക്കുന്ന ഒരു കെട്ടിടത്തിന് ഇടുന്നത് പോലെയല്ല ഒരു പൊതു സ്ഥാപനത്തിന് ഇടുന്നത് എന്നുള്ളതാണ് പ്രതിപക്ഷം ഉയർത്തുന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണം. ഇങ്ങനെയുള്ള പൊതുസ്ഥാപനങ്ങൾക്കാണ് മറ്റുള്ളവർ ഭരിക്കുമ്പോഴൊക്കെ പേരിട്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള പൊതുസ്ഥാപനങ്ങൾക്ക് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. ഇവിടെ ഇന്ദിരാഗാന്ധി സ്റ്റേഡിയത്തിൻ്റെ പേരിട്ടു, മറ്റേ മലപ്പുറത്ത് മാരിയംകുന്നത്ത് അഹമ്മദ് ഹാജിയുടെ പേരിട്ടു. ഇതൊക്കെ ആരുടെ നിർദ്ദേശപ്രകാരം? അവർ ഭരിക്കുന്ന ആൾക്കാരുടെ നിർദ്ദേശപ്രകാരം ഇട്ടു. ഇതിനൊന്നും ഒരു ചോദ്യമില്ല. ഇനി മുനിസിപ്പൽ ആക്ടിൽ അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ അവർ പറയുന്നതിന് നിയമവ്യവസ്ഥകളില്ലെങ്കിൽ ഓക്കെ. ഇവിടെ ഒരു നിയമങ്ങളും ഇല്ല. ഭരിക്കുന്ന പാർട്ടിയുടെ ഇഷ്ടമാണ് ആരുടെ പേരിടണം എന്നുള്ളതിനെ കുറിച്ചിട്ട്. ഹെഡ്ഗേവാർ സ്വതന്ത്ര സമര സേനാനിയായിരുന്നു എന്ന് പല പുസ്തകങ്ങളിലും പറഞ്ഞിട്ടുണ്ടല്ലോ. RSSൻ്റെ നേതാവ് മാത്രമല്ല, അദ്ദേഹം സ്വതന്ത്ര സമര സേനാനിയായിരുന്നു. അദ്ദേഹം സമൂഹത്തിന് വേണ്ടിയിട്ട്, ഭാരതത്തിൻ്റെ ജനതയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് പ്രവർത്തിച്ചൊരു വ്യക്തിയാണ്. ആ വ്യക്തിത്വം മാനിച്ചുകൊണ്ട് തന്നെയാണ് ഡോക്ടർ ഹെഡ്ഗേവാറിന്റെ ഈ വാജ്പേയി സർക്കാരിന്റെ കാലത്ത് പോലും ഭാരതരത്ന നേടുന്ന ആൾക്കാരുടെ പട്ടികയിലൊക്കെ ഹെഡ്ഗേവാറിന്റെ പേരിടം പിടിച്ചിട്ടും അത് വെട്ടുന്നൊരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. ശ്രീമതി പ്രമീള ശശിധരൻ, അത് ആരോ എന്തോ തീരുമാനിച്ചോട്ടെ. പാലക്കാട് നഗരസഭ തീരുമാനിച്ച കാര്യം അത് നടപ്പിലാക്കും, അത്ര എനിക്ക് പറയാനുള്ളൂ. ഹെഡ്ഗേവാറിന്റെ പേരിടുന്നത് അതിൽ നിന്ന് തന്നെ മുന്നോട്ട് പോകുന്നു, പ്രതിഷേധം എത്ര വന്നാലും അത് തന്നെ മുന്നോട്ട് പോകും. ഹെഡ്ഗേവാറുടെ പേര് നേരത്തെ തീരുമാനിച്ചതാണ്.
എന്താണ് ഞങ്ങൾ പാലക്കാട് നഗരസഭ മുനിസിപ്പാലിറ്റി സ്ഥലം കൊടുത്ത സ്ഥലത്ത് ഓഷ്യനസ് ബിൽഡേഴ്സ് CSR ഷെയർ ഉപയോഗിച്ച് കെട്ടുന്ന ബിൽഡിംഗാണ് അത്. പാലക്കാട് നഗരസഭ തീരുമാനിക്കും ആ കെട്ടിടത്തിന് എന്ത് പേരിടണം എന്നുള്ളതിനെ കുറിച്ചിട്ട് ഞങ്ങൾ ആ പേര് തന്നെ തുടർന്ന് മുന്നോട്ട് പോകും. ശരി, ഇപ്പോൾ UDF ഈ വിഷയത്തിൽ വളരെ വൈകാരികമായാണ് പ്രതികരിക്കുന്നത്. കാരണം ഇന്നലെ KPCC അധ്യക്ഷന്റെ വാക്കുകളൊക്കെ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ട് കാണും. രാഹുലിനെ തൊടുന്നവന്റെ കൈവെട്ടുമെന്നുള്ള പ്രതികരണമൊക്കെയാണ് അദ്ദേഹം നടത്തിയത്. VD സതീശൻ അദ്ദേഹം പറഞ്ഞതും ഈ വിഷയത്തെ രാഷ്ട്രീയമായി നേരിടുമെന്നാണ്. കൈവെട്ടും കാലുവെട്ടും ഒക്കെ ചെയ്യേണ്ടത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കല്ല. ഇവിടെ ഒരു ഭിന്നശേഷി കുട്ടികൾക്ക് ഒരു റീഹാബിലിറ്റേഷൻ സെൻ്ററാണ് ഇവിടെ തുടങ്ങുന്നത്. ആ കുട്ടികളാണ് അന്ന് ആ തറക്കല്ലിടുന്ന സമയത്ത് ആ കുട്ടികളും ആ കുട്ടികളുടെ രക്ഷിതാക്കളുമാണ് അവിടെ വന്നിരിക്കുന്നത്. ഇവിടെ അക്രമാസക്തമായിട്ടുള്ള സ്വഭാവമല്ല കാണിക്കേണ്ടത്. ഇവിടെ കാണിക്കേണ്ടത് എന്താ? സാമാന്യ മര്യാദയ്ക്ക് ചർച്ചയ്ക്കിരിക്കണം. അത് അവിടെ നിന്ന് ചർച്ചയ്ക്കിരിക്കാതെ അക്രമാസക്തമായിട്ടുള്ള സ്വഭാവം കാണിച്ചുകൊണ്ട് LDFും UDFും വന്നത് ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ അജണ്ട വളരെ ബുദ്ധിപൂർവ്വം അജണ്ട തയ്യാറാക്കി. ഈ വിഷയത്തിൽ ഒരു സമവായത്തിന് എന്തെങ്കിലും സാധ്യത നിലനിൽക്കുന്നുണ്ടോ? എല്ലാവരെയും ഒന്നിച്ചിരുത്തി ഒരു സമവായത്തിന് ഒരു സാധ്യത എന്തെങ്കിലും? ഒരു സമവായവും ഇല്ല, ഒരു സമവായവും ഇല്ല. ഈ ഡോക്ടർ ഹെഡ്ഗേവറുടെ പേരുമായിട്ട് മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ്. യെസ്, ഓക്കെ. ഈ തിരഞ്ഞെടുപ്പിനൊക്കെ ശേഷം BJPയിൽ അവിടെ വിഭാഗീയത, പാലക്കാട് BJPയിലെ വിഭാഗീയതയൊക്കെ പ്രകടമായി തന്നെ നിലനിന്നതാണ്. ഇപ്പോഴത്തെ ഈ ഒരു വിവാദം ഈ പിണങ്ങി നിന്ന രണ്ട് കൂട്ടർ, ഇപ്പോൾ കൃഷ്ണകുമാർ വിഭാഗക്കാരിയാണെങ്കിലും മറ്റുള്ളവരെയും ഒന്നിപ്പിക്കാൻ ഇടയായി അങ്ങ് കരുതുന്നുണ്ടോ? ഇവിടുത്തെ വിഷയം ഹെഡ്ഗേവറുടെ വിഷയമാണ്. BJPയുടെ കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു വിഷയമേ അല്ല. ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഞാൻ തയ്യാറാണ്. അല്ലാതെ ഇവിടെ BJPയുടെ വിഭാഗീയതയെ കുറിച്ചിട്ട് ഇവിടെ സംസാരിക്കേണ്ട യാതൊരു ആവശ്യമില്ല. അല്ല, ഈ കുറച്ച് മുൻപ് വരെ പാലക്കാട് അങ്ങനെ ഒരു വിഷയം നിലനിന്നു, അതുകൊണ്ടാണ് ഞാനത് ചോദിച്ചത്. ഞാൻ അതിന് തയ്യാറല്ല എന്നാണ് ഞാൻ പറയണത്. ഈ ഒരു വിഷയത്തിൽ ഹെഡ്ഗേവറുടെ വിഷയമാണെങ്കിൽ ആ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചോളൂ, അത് പറയാം. ഇവിടെ വിഭാഗീയതയുണ്ടോ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് ഞങ്ങൾ തീരുമാനിച്ചോളാം. അതിൽ ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാനേ ഇപ്പോൾ തയ്യാറല്ല. ശരി, ഈ ഹെഡ്ഗേവാറിന്റെ വിഷയത്തിൽ ഇനി ഇപ്പോൾ കേന്ദ്ര നേതൃത്വത്തിന്റെ ഒരു ഇടപെടലൊക്കെ വരാനുള്ള സാധ്യതയുണ്ടോ ശ്രീമതി പ്രമീള ശശിധരൻ? കാരണം ഇത്രയും വലിയ വിവാദമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ എല്ലാവരുടെയും സമ്മതത്തോടു കൂടെ തന്നെയാണ് ഈ പേര് തീരുമാനമെടുത്തത്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും ഞങ്ങളുടെ സംസ്ഥാനത്ത് ഞങ്ങളുടെ BJPയുടെ നേതാക്കന്മാരുടെയും എല്ലാവരുടെയും സമ്മതപ്രകാരമാണ് ഡോക്ടർ ഹെഡ്ഗേവറുടെ പേര് തീരുമാനിച്ചത്. ഇനി ഒരു കേന്ദ്ര നേതൃത്വം ഇതിൽ ഇടപെടേണ്ട ആവശ്യമില്ല. പാലക്കാട് നഗരസഭ അജണ്ടയിൽ വെച്ചു, ചർച്ച ചെയ്യാൻ അവർ തയ്യാറായില്ല എന്നുള്ളതാണ്. ആ ചർച്ച ചെയ്യാതെ ഇത് പാസ്സാക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കിയത് കോൺഗ്രസും LDFും. ഇപ്പോഴും നിലപാടിൽ ഉറച്ചു നിൽക്കുമ്പോൾ അങ്ങ് നഗരസഭയുടെ അധ്യക്ഷയാണ്. പക്ഷെ അങ്ങനെ ഇരിക്കുന്ന ഒരാൾ ഇന്നലെ നമ്മൾ ആ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ കണ്ടത് അത് സംഭവിക്കാൻ പാടുള്ള ഒന്നാണോ? ഈ അക്രമാസക്തമായിട്ടുള്ള സ്വഭാവം സംഭവിക്കാൻ പാടില്ലാത്തതാണല്ലോ. ചർച്ച ചെയ്യാൻ തയ്യാറാണെന്ന് ഞാൻ 3 തവണ എഴുന്നേറ്റ് പറഞ്ഞുവല്ലോ. അതിന് തയ്യാറാവാത്തത് UDFും LDFും അല്ലേ? അല്ല, UDF LDF മാത്രമല്ല, BJPയുടെ കൗൺസിലർമാരും ഈ അക്രമത്തിൽ പങ്കാളികളായിരുന്നല്ലോ ഇന്നലെ. ആക്രമിക്കുന്ന തരം ഇങ്ങോട്ട് തല്ലി അങ്ങോട്ട് തല്ലാതിരിക്കുവോ? ഒരു തല്ലി ഇങ്ങോട്ട് തല്ലിയാൽ തിരിച്ച് തല്ലാതിരിക്കില്ലല്ലോ. അങ്ങ് നഗരസഭയുടെ അധ്യക്ഷയാണ്. അപ്പോ അങ്ങയുടെ ഭാഗത്തു നിന്നും ഒരു സമവായത്തിനൊക്കെ ഒരു നീക്കം നടക്കേണ്ടതല്ലേ? പല്ലിന് പല്ല് എന്നൊരു നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത് ആശാസ്യമാണ്. മുന്നിൽ വന്ന് നിന്നുകൊണ്ടായിരുന്നു. നിങ്ങൾ കണ്ടതാണല്ലോ, അധ്യക്ഷയുടെ മുന്നിൽ വന്നിട്ട് മുദ്രാവാക്യം വിളിച്ച് ഡയസിന്റെ മുകളിൽ നിന്ന് കണ്ടത് നിങ്ങൾ പത്രക്കാരെല്ലാവരും കണ്ടതല്ലേ? ആരാണ് അക്രമാസക്തമായ സ്വഭാവം കാണിച്ചത് മുഴുവൻ LDF UDF. ഇത് കണ്ടു നിൽക്കാൻ ഞങ്ങളുടെ കൗൺസിലർമാരില്ല. ഞങ്ങളുടെ കൗൺസിലർമാർക്ക് നല്ല ശക്തിയും എടുപ്പുള്ള ആൾക്കാർ തന്നെയാണ്. അവരിങ്ങോട്ട് പഠിച്ചാൽ ഞങ്ങൾ നോക്കി നിൽക്കുകയൊന്നുമില്ല. ഞങ്ങൾ തിരിച്ചടിക്കാൻ നാളെ ശക്തരായ ആൾക്കാർ ഞങ്ങളുടെ കൗൺസിലർമാരിലുണ്ട്. ശ്രീമതി പ്രമീള ശശിധരൻ പറയുന്ന കാര്യങ്ങൾ വ്യക്തമാണ്, കറക്റ്റാണ്. പക്ഷേ എങ്കിലും അങ്ങൊരു അധ്യക്ഷയാണ്. അപ്പോൾ ആ ഒരു സ്ഥാനത്തിരുന്നു കൊണ്ട് ഇത്തരത്തിൽ പ്രതികരണം നടത്തുന്നത് ശരിയാണോ എന്നാണ് ഞാൻ ചോദിച്ചത്. കാരണം രണ്ട് കൂട്ടരും ഇത്തരത്തിൽ അക്രമവുമായി മുന്നോട്ട് പോയാൽ അത് ജനങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്താണ്? ശരി, ഞാൻ പറഞ്ഞല്ലോ, കൗൺസിലിലെ അജണ്ടയോടുകൂടെ വന്ന് ചർച്ച ചെയ്യാൻ തയ്യാറാണ്. നിങ്ങൾ സീറ്റിൽ പോയിരിക്കൂ.
ഞാൻ ചർച്ച ചെയ്യാം, നിങ്ങൾ സീറ്റിൽ പോയിരിക്കുന്നു. 3 തവണ പറഞ്ഞിട്ട് പോലും LDFും UDFും അക്രമാസക്തമായിട്ടുള്ള സ്വഭാവം കാണിച്ചത് ഞങ്ങളോടാണ്. ഞങ്ങൾ തയ്യാറായിരുന്നു ചർച്ചയ്ക്ക്, അവർ തയ്യാറല്ല. അവർക്കൊന്നും ഇതിൽ പറയാനില്ല. അതുകൊണ്ടാണ് ചർച്ചയ്ക്ക് തയ്യാറാവാതിരുന്നത്. എനിക്ക് പറയാനുണ്ടായിരുന്നു, അധ്യക്ഷ എന്നുള്ള നിലയ്ക്ക് വളരെ സൗമ്യമായിട്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ സംസാരിക്കാൻ തയ്യാറാണ്, നിങ്ങൾ സീറ്റിൽ പോയിരിക്കൂ എന്ന് 3 തവണ ഞാൻ ഏറ്റു പറഞ്ഞു. അവർ കേൾക്കാതെ വന്നതിന് അക്രമാസക്തമായ സ്വഭാവം കാണിക്കണമെന്ന് മുൻകരുതൽ എടുത്തുകൊണ്ടാണ് അവർ വന്നിരിക്കുന്നത്. അപ്പൊ ഇനി ഇനി ഒരു ചർച്ച കൂടി ഒരാൾ നോക്കി നിൽക്കില്ലല്ലോ, തിരിച്ചു തല്ലുമല്ലോ, അത് സ്വാഭാവികമല്ലേ. ഇനി ഒരു ചർച്ചയ്ക്ക് എന്തെങ്കിലും ഒരു വഴിയുണ്ടോ? ഇനി 2 കൂട്ടരെയും ഇരുത്തി അങ്ങേ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ഒരു ശ്രമം നടത്തുന്നുണ്ടോ? ഇതിനെ കുറിച്ചിട്ടുള്ള ചർച്ചയ്ക്ക് ഞാൻ വിളിച്ചു. ഇതിനു വേണ്ടി ചർച്ചയ്ക്ക് വിളിച്ച് വരാത്ത ആൾക്കാരെ ഇനി ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറല്ല. ശരി, വളരെയധികം നന്ദി ശ്രീമതി. പാസ്സായതായി പ്രഖ്യാപിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകും. ശരി, വ്യക്തമാണ് ശ്രീമതി പ്രമീള ശശിധരൻ. വളരെയധികം നന്ദി നമുക്കൊപ്പം പങ്കെടുത്തതിന്. അങ്ങേക്ക് നല്ലൊരു ദിവസം ആശംസിക്കുന്നു.